ഉയർത്തി നിന്റെ മഹിമയ്ക്ക് വേണ്ടി നിന്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സമുച്ചയം നീ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ ആസ്വദിക്കുക. സമാധാനം നമ്മോടുകൂടി എന്ന് നീ എപ്പോഴും പറഞ്ഞ ആ വാക്യം എന്നും ഈ ഭവനത്തിൽ ഈ സമുച്ചയത്തിൽ നിലനിൽക്കട്ടെ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അനുദിനം ഭക്ഷണം സമ്പാദിക്കുവാൻ ആദ്യ പിതാവായ ആദം വഴി നിങ്ങളോട് അരുൾ ചെയ്ത കർത്താവ് ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആസ്വദിക്കാതെ പ്രത്യേകിച്ച് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഇതിന് തുടക്കം കുറിച്ച എല്ലാവരെയും അവരുടെ സംരംഭങ്ങളെയും അങ്ങ് ആസ്വദിക്കാനും ഈ ഭവനത്തിൽ ഈ സമുച്ചയത്തിൽ എന്നും നിന്റെ സാന്നിധ്യവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ആത്മാർത്ഥതയോടും തികഞ്ഞ സ്നേഹത്തോടും അടിയുറച്ച വിശ്വാസത്തോടും ജോലി ചെയ്യുവാനും സേവനം ചെയ്യുവാനും അങ്ങനെ ഈ പ്രസ്ഥാനം വളർച്ചയിലേക്ക് കുതിച്ചുയരട്ടെ. അതിൻ്റെ സാന്നിധ്യം എനക്കുണ്ടാകട്ടെ. കർത്താവ് കൂടെ ഇല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാവുന്നു. അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ആലയമായ ആശ്വാസമായ ദൈവമേ, കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു ജനിച്ചു വളർന്ന ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ വസിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ അധ്വാനത്തെയും പ്രത്യേകിച്ച് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയെയും അവരുടെ അധ്വാനങ്ങളെയും അങ്ങ് വിജയിപ്പിക്കണമേ. നസ്രത്തിലെ ഒരു കുടുംബത്തിൽ നീ ജനിച്ചു വളർന്നു, കുടുംബത്തിൽ ജീവിച്ചു. അതുപോലെ പാർപ്പിട സൗകര്യങ്ങൾ, സമുച്ചയങ്ങൾ, വില്ലകൾ, ഫ്ലാറ്റുകൾ എല്ലാം ഒരുക്കുന്ന ഈ സംരംഭത്തെ തുടർന്നും ആസ്വദിക്കണമേ. ഇതിൽ ജോലി ചെയ്യുന്നവരെ ദയാപൂർവം കനിഞ്ഞ് കാത്തുപാലിക്കണമേ. അവരെ വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അവരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് കാത്തുപാലിക്കണമേ. ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും വർദ്ധിക്കുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദിവസം ഇവിടെ കൂടിയിരിക്കുന്ന ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഫാമിലിയിലെ ഓരോ അംഗത്തെയും MD മുതൽ അങ്ങ് താഴെത്തട്ട് ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും എല്ലാ ആഗ്രഹങ്ങളുടെയും ഫലമായി ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ സമുച്ചയം എന്നെന്നും നിന്റെ മഹിമയ്ക്ക് വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാം സഫലമാകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാവും, അപ്പോഴൊക്കെ നിരാശപ്പെടാതെ മുന്നോട്ട് പോകുവാൻ ശക്തിയും ധൈര്യവും തന്നെ ഈ ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാം God bless you. Thank you. Thank you so much. അച്ഛനിങ്ങനെ വടിയെ കുത്തിപ്പിടിച്ച് നടക്കുമെങ്കിലും ഞാനൊരു ദിവസം മലയാറ്റൂർ മല കയറാൻ പോയി. മലയാറ്റൂരുണ്ടായിരുന്നു. അപ്പോൾ
കയറണമല്ലോ. ഞാൻ 2 കുന്തം പടിയൊക്കെ പിടിച്ചിട്ടൊക്കെ പോകണം. ഒരാൾ കൂടെയുണ്ട്. 5 മണിക്കൂർ എടുത്ത് ഞാൻ അവിടെ കയറാൻ. ആഴ്ചയിൽ ഒരു ദിവസം കയറുകയും ചെയ്യും, ഇറങ്ങുകയും ചെയ്യും. അപ്പൊ അച്ഛന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ വേറെ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ വെജിറ്റേറിയൻ പല 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 കാര്യങ്ങളൊക്കെ. എത്ര കിലോഗ്രാം ഉണ്ടാച്ച? 9-10 കിലോഗ്രാമായിട്ട് അച്ഛൻ വരും. അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് കയറി ഒറ്റക്ക് ഇറങ്ങിപ്പോരും. അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ ആകെ ടയർഡായിരുന്നു. ജോലിയൊക്കെ കയറുമ്പോഴും ടയർഡായിട്ടാവും. ആരോഗ്യമുള്ള ആൾക്കാരാണ്, കുഴപ്പമില്ല. പ്രകൃതമായ ഒരു ഇതാണ്. താങ്ക് യു സോ മച്ച് അച്ഛോ. ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരോഗ്യം ഒടിഞ്ഞിറങ്ങി കിടക്കും. അപ്പം ദൈവദൂതന്മാർ വന്ന് അതിന് പെർഫ്യൂം സുഗന്ധദ്രവ്യം പുരട്ടി സുഖപ്പെടുത്താൻ ശ്രമിച്ചു. അതിൻ്റെ സത്തയിൽ ഒഴിച്ചു. പിന്നെ ആ മരം വളർന്നിട്ട് കാലാകാലങ്ങളോളം ആ സുഗന്ധം പുലർത്തിക്കൊണ്ടും എല്ലാവർക്കും പരന്നെടുത്തുകൊണ്ട് ആ നാടും ആ കാടും അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ എൻ്റെ മനസ്സിൽ വരുന്നത് കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായി ഈ അവസരങ്ങളിൽ ആ മുറിവിൽ നിന്നും സൗഖ്യം നേടി സുഗന്ധമായി നിങ്ങൾ പരിലസിക്കട്ടെ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സാറിന് വളരെ അർത്ഥവത്തായിരിക്കും. ജോബ് എന്ന് പറഞ്ഞൊരു വലിയൊരു വ്യക്തി ഉണ്ടായിരുന്നു, നീതിമാനായിരുന്നു. സർവ്വതും നശിപ്പിച്ചു, സാത്താൻ വന്ന് സർവ്വതും നശിപ്പിച്ചു. എന്നിട്ടും ദൈവത്തെ പുകഴ്ത്തുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം ദൈവം സംപ്രീതനായി. എന്നിട്ട് അവസാനം എല്ലാം തിരിച്ചു കൊടുത്തിട്ട് അതിൽ 3 പെൺമക്കളെ കൊടുത്തു. അതിലൊരു മകൾക്ക് പേരിട്ടത് കെസിയ. കെസിയ എന്നതിൻ്റെ അർത്ഥം പെർഫ്യൂം, ഫ്രേഗ്രൻസ്. നിങ്ങളുടെ ഓരോ ജീവിതവും കുടുംബവും കെസിയ പെർഫ്യൂം കൊണ്ട് നിറയട്ടെ. ഈ സംരംഭം, ഈ സമുച്ചയത്തിൽ എന്നും കെസിയയുടെ ആ സൗഗന്ധം, സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അർപ്പിത മനോഭാവത്തിൻ്റെയും സൗഗന്ധം നിങ്ങൾ പണിയുന്ന വീടുകളിൽ ആ കെസിയ സൗഗന്ധം നിലനിർത്തട്ടെ. ആമേൻ. അതിന്റെ ഒരു ഞാൻ പറഞ്ഞു, എന്റെ മോളുടെ പേര് കെസിയ എന്നാണ്. അപ്പൊ അതിനൊരു സാക്ഷ്യമുണ്ട്. എന്റെ ബ്രദറിന് 2ാമത് കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ വന്നു. എനിക്ക് എന്തുകൊണ്ടോ ഒരു കുട്ടീനെ തരണില്ല. 1998-99 കാലഘട്ടം. ഞാൻ ക്യാബിനിൽ പോയിരുന്ന ബൈബിളൊക്കെ പ്രാർത്ഥിച്ചു. അവന് കുഞ്ഞുണ്ടായതല്ലോ കേട്ടോ, 2ാമത്തെ കുട്ടിയാണ്. ഞാനിരുന്നാണ് പ്രാർത്ഥിച്ചു, കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സാധാരണ ബൈബിൾ എടുക്കുന്നതിന് ഏതെങ്കിലും ഒരു പോർഷൻ നോക്കുന്നില്ല, അതെങ്കിലും എടുത്തിട്ട് വായിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ജോബിന്റെ ബുക്കിൽ ഈ 3 പേരാണുള്ളത്. അതായത് യേശു പറഞ്ഞ ബൈബിളിൽ എന്നോട് ദൈവം സംസാരിച്ചത്, നിനക്കിതിൽ ഏതെങ്കിലും ഒരു പേര് തിരഞ്ഞെടുക്കാമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കെസിയ എന്നുള്ള പേര് എന്റെ മോൾക്ക് കിട്ടും. അപ്പൊ അതാണ് എന്റെ ഒരു ശരിയായിട്ട്. താങ്ക് യു വെരി മച്ച്.
നാം എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന സുദിനമാണിന്ന്. കോൺഫിഡൻറ്റ് ജേണിയുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ നമ്മുടെ കോൺഫിഡൻറ്റ് ട്രിവാൻഡ്രം ന്യൂ ഓഫീസ് സ്പേസിൻ്റെ ഇനോഗ്രേഷനാണ്. ഈ പുതിയ ഓഫീസ് ഒരു ന്യൂ ബിൽഡിംഗ് എന്നതിലുപരി ഞങ്ങളുടെ വളർച്ചയുടെയും പ്രതിബദ്ധതയുടെയും അതുപോലെ ഞങ്ങളുടെ ടീം കാഴ്ചവെച്ച അതുല്യമായ പ്രയത്നത്തിൻ്റെയും പ്രതീകമാണ്. അതുപോലെ ഞങ്ങളുടെ ക്ലയൻറ്റ്സ് ആൻഡ് വെൽവിഷേഴ്സ് ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രതിഫലമാണിത്. ഈ പുതിയ തുടക്കം കൂടുതൽ വിജയങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. On this momentous occasion, on behalf of the management and staff of Confident Group, it is my immense pride and honor to welcome you all to the celebrations today. The founder and inspiration behind Confident Group, who is no longer with us today. Had he been here, he would undoubtedly have been the happiest person to witness the inauguration of this new office. Though he is not physically present with us, his vision continues to live on through every project, every achievement, and the very spirit of Confident Group. I welcome our Managing Director, Confident Group, Sri T.A. Joseph. ജോസഫ് സാറിനെ കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് വിശേഷിപ്പിക്കുക. വിത്തൗട്ട് ഹിം ടീം കേരള വുഡ് നോട്ട് ബി ആസ് സ്ട്രോങ് ആൻഡ് കമ്മിറ്റഡ് ആൻഡ് ഡിസിപ്ലിൻ ആസ് ടുഡേ. ഈ വേളയിൽ സാറിനെ കുറിച്ച് 2 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഫിഡൻ്റ് ഈ ജേണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത് സാറിൻ്റെ 6 മന്ത്രാസ് ആണ്. സാറിൻ്റെ 6 കോർ പ്രിൻസിപ്പിൾസ്, അതാണ് കോൺഫിഡൻറ്റ് കേരളയുടെ സക്സസ് സ്റ്റോറിയുടെ ഫൗണ്ടേഷൻ എന്ന് തന്നെ പറയാം. ഹാർഡ് വർക്ക്, കമ്മിറ്റ്മെൻറ്റ്, ഡിസിപ്ലിൻ, സാക്രിഫൈസ് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പ്രെയർ. ഈ പ്രിൻസിപ്പിൾസ് ആണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കൾച്ചറും ഓരോ ഡിസിഷൻ്റെ പിന്നിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സക്സസ് സ്റ്റോറിയുടെ എഴുതി കുറിച്ചിരിക്കുന്ന സാറിൻ്റെ ഈ 6 കോർ പ്രിൻസിപ്പിൾസ് ആണ്. Another factor that significantly contributed to confident success stories സാറിൻ്റെ ഈ ഒരു എബിലിറ്റിയാണ്. ആൻഡ് ടു ടേക്ക് ക്വിക്ക് ആൻഡ് ആപ്റ്റ് ഡിസിഷൻ. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇഫ് ഇറ്റ് ഇസ് എ ക്രിട്ടിക്കൽ ബിസിനസ് ചാലഞ്ചസ്, ടെക്നിക്കൽ ഇഷ്യൂസ്, എ പ്രോജക്റ്റ് റിലേറ്റഡ് കൺസേൺ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ ബോട്ടിൽ നെക്ക്, എന്ത് തന്നെ ആയാലും സാറിൻ്റെ ആ ടൈംലി ഡിസിഷൻ അതാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻറ്റ് കേരളയുടെ സക്സസ് സ്റ്റോറിയുടെ പിന്നുള്ള ഏറ്റവും വലിയൊരു ഫാക്ടർ. സർ എപ്പോഴും പറയും, ലെറ്റ് us ഡു ദിസ് വേ, ഇങ്ങനെ ചെയ്യാം. അതാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നതും. ഈ ഒരു ഡിസിഷനാണ് നമ്മളെ പല ഓബ്സ്റ്റക്കിൾസിൽ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ നയിച്ചത്. ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ് സർ. സാറിൻ്റെ ഈ കോമ്പിനേഷൻ ഓഫ് വാല്യൂസ്, ഡിസസീവ് ലീഡർഷിപ്പ് ആൻഡ് ഓഫ് കോഴ്സ് ദ അൺവെയറിംഗ് സപ്പോർട്ട് ഓഫ് അവർ ലേറ്റ് ചെയർമാൻ ഡോക്ടർ റോയ് CJ, സാറിൻ്റെ ഡീപ്പ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ആ അനുഗ്രഹം കൂടിയുള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ വരെ എത്തിച്ചേരാൻ സാധിച്ചത്. ടീം കേരള ഹാസ് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് അണ്ടർ ദ മെൻറ്റർഷിപ്പ് ഓഫ് ഗ്രേറ്റ് ടീം ലീഡർ ലൈക്ക് ഹിം. ഹാർട്ടി വെൽക്കം ടു അവർ beloved MD Joseph sir. Next, I welcome Mr. Rohit Roy, Managing Director International. He is the son of Dr. Roy CJ. The Dubai operation is being taken care of by the young and dynamic Mr. Rohit Roy. Mr. Rohit arrived in Dubai with a big bang, creating history of his own kind. Mr. Rohit is a promising personality and we look forward to see more record-breaking ventures leaders his leadership. Hearty welcome, sir, and thank you for joining this occasion. Next, I welcome Executive Director Ms. Ria Roy. She is the daughter of Roy CJ. Ms. Ria Roy completed her studies from Exeter University in London and recently joined Confident Group as the Executive Director. Recently, she also made her debut as an actress in a film, making an existing milestone in her career. We look forward to seeing her achieve even greater heights in both the entertainment industry and her professional journey. We wish her great success in all her future endeavors. Hearty welcome, ma'am. Thank you for joining the session. Next, I welcome our Director of Projects, Sri George J. Thilwat. He is the master craftsman behind the construction of Confident Group.
He is very hardworking and his passion for construction is unbeatable. Hearty welcome, sir. Next, I welcome Executive Director Mrs. Shida Ullas. She is the iron lady of our Kerala projects. Whenever a project is up for delivery, she makes sure every nook and corner is taken care of perfectly. Hearty welcome, madam. Next, I welcome Mrs. Lena Joseph, the backbone of our Managing Director, Joseph sir. Hearty welcome to you, ma'am. Next, I welcome our little confident angel, Kesia Joseph. In the father Pratijabo for the fragrance means, Kesia means fragrance, that is Sugandham. You are the light and fragrance of Confident Group. Hearty welcome, Kesia. Next, I welcome our valued clients who have placed their trust in Confident Group, landowners, advocates, consultants, bank officials, government officials, our well-wishers and supporters, including vendors, contractors, and suppliers, and our print and digital media partners, and my dear colleagues from Kochi, Kottayam, Thrissur, and Calicut office. I welcome all of you this grand event. അടുത്തത് നെക്സ്റ്റ് കേരള ടീമിന്റെ നായകനും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്കും ശക്തിയായ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ടി എ ജോസഫ് സാറിനെ വിലയേറിയ സന്ദേശവും ആശയങ്ങളും പങ്കുവയ്ക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Very good morning. Welcome our Director International Rohit, Ria, Joy, then Iron Lady, alla soft iron another, Shijida, rest all our guests like landlords, bankers, everybody, എല്ലാവരും ഇതൊരു ഈ പുള്ളി പറഞ്ഞതുപോലെ ഒരു റിമാർക്കബിൾ ഡേ ആണ്. എക്സ്പെഷ്യലി 20th ഇയർ, അതായത് 20 years ഓഫ് ലെഗസി എന്നാണ് ഞാൻ പറയുന്നത്. 20 years ഓഫ് ലെഗസി. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് തന്നെ കൊച്ചിയിൽ ലോഞ്ച് ചെയ്തു. കോൺഫിഡൻറ്റ് ലെഗസി ഇറ്റ്സ് എ വെരി വെരി ലക്ഷറിയസ് പ്രോജക്റ്റ്. അത് ഇതിൻ്റെ ഒരു തുടക്കമായിട്ടാണ്. പക്ഷേ എന്തോ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഞങ്ങളുടെ വളരെ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ഈ കമ്പനിയെ എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന എല്ലാമായിരുന്ന ഒരു സഹോദരൻ, എന്നെ സംബന്ധിച്ചൊരു സഹോദരൻ, അല്ലെങ്കിൽ ഫ്രണ്ട്, അല്ലെങ്കിൽ ചെയർമാൻ, എല്ലാ രീതിയിലും വളരെയധികം സ്നേഹത്തോടുകൂടിയൊക്കെ പോയിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കേരളം മുഴുവനും, അത് കേരളത്തിൽ മുഴുവനും ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തെ അറിയാത്ത ആൾക്കാരും കാണാത്ത ആൾക്കാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ഇവിടുത്തെ നാടിൻ്റെ ഒരു സങ്കടമായി മാറി. സോ ബിക്കോസ് ഹി വാസ് സോ ഫെമിലിയർ വിത്ത് എവരിബഡി. സോ അതൊരു ഭയങ്കര തീരാനഷ്ടമായി. അപ്പോൾ ഈ 20th ഇയർ ലെഗസി, ആ ലെഗസി നല്ലൊരു മെമ്മറബിൾ ഇയറായി മാറുമെന്ന് കരുതി. പക്ഷെ അത് ഇങ്ങനൊരു മെമ്മറി കൂടി നമ്മൾക്ക് കൊണ്ടുവന്നു തന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ആ 20 വർഷക്കാലം പുള്ളിയും കൂടെ ഞങ്ങളെല്ലാവരും നടന്നു. അവസാനം 20 വർഷമെത്തിയപ്പോൾ ആ റേസ് തീരാറായപ്പോൾ പുള്ളി ആ റേസിൽ നിന്ന് പിൻവാങ്ങി ചെയ്തു. അതൊരു എന്തുകൊണ്ടും കമ്പനിക്കും സ്റ്റാഫിനും മറ്റെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നത് സത്യമാണ്. അദ്ദേഹത്തിന് എൻ്റെ പ്രണാമം. കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വലിയ എന്താ പറയുക സ്റ്റോറീസൊന്നും പറയാനില്ല ഇവിടെ. കാരണം 20 വർഷക്കാലം ഈ പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റിൽ 20 വർഷക്കാലം ഈ കമ്പനിയെ നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സർവേശ്വരൻ തന്ന ആ ഒരു ശക്തി, ബലം, അതിന് ഞാൻ നന്ദി പറയുന്നു. ഡേ 1 തൊട്ട് ഇന്ന് വരെ എല്ലാ രീതിയിലും ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഒരിടത്തും തലകുനിക്കേണ്ടി വന്നിട്ടില്ല.
ഏത് ചലഞ്ചായാലും ഞങ്ങൾ എടുക്കും. അതിലൊന്നും യാതൊരുവിധ സംശയങ്ങളില്ല. എനി ചലഞ്ച്, പൊളിറ്റിക്കൽ ചലഞ്ച്, മറ്റുള്ള ചലഞ്ചുകൾ, പ്രോജക്റ്റുകളെതിരായിട്ടും മറ്റുള്ളതിനായിട്ടും ധാരാളം ചലഞ്ചസ് ഉണ്ട്. അറിയാമല്ലോ, കേരളത്തിലെ എല്ലാ ദിവസവും നമ്മൾ പേപ്പറിൽ വായിക്കുന്നതാണ്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. പക്ഷേ നമ്മളത് എല്ലാം വളരെ പെർഫെക്റ്റായിട്ടുള്ള രീതിയിൽ, ഒരു ഡീവിയേഷനും ഇല്ലാതെ, ഒരു വിധത്തിലുള്ള മായം ചേർക്കാത്ത ഒരു പ്രോജക്റ്റുകളും മായം ചേർക്കാത്ത ഒരു ബിസിനസ്സുമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ആങ്സൈറ്റിയും ഇല്ല. കാരണം നമ്മൾ ചെയ്യുന്ന കറക്റ്റാണെങ്കിൽ ദെൻ നോബഡി ക്യാൻ സ്റ്റോപ്പ്. അതാണ് എൻ്റെ പോളിസി. നോബഡി ക്യാൻ സ്റ്റോപ്പ്. അതിനെ നമ്മൾ തല ഒരിച്ച് കൊടുക്കാറുമില്ല, ചെയ്യില്ല. 5 വർഷം കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാൽ ദാറ്റ് വിൽ ടേക്ക്, ഞങ്ങളത് ആയിട്ട് മുന്നോട്ട് പോകും, ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അങ്ങനെ ധീരമായ കുറേ സാക്രിഫൈസൊക്കെ ചെയ്താണ്. ഇപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ പെർസ്വിയറൻസ്, അത് നമ്മളൊരു മന്ത്രത്തിൽപ്പെട്ടൊരു കാര്യമാണ്, പെർസ്വിയറൻസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പലതും ചെയ്യും. സാക്രിഫൈസ്, കുറേ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മറ്റും കുറേയധികം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നാലെല്ലാം ഇന്നും നല്ല രീതിയിൽ കമ്പനിയെ മുന്നോട്ടെടുക്കാൻ ഞങ്ങൾക്കതെല്ലാം കൂടുതൽ കൂടുതൽ ശക്തി തന്നുകൊണ്ടിരുന്നു. ആ ശക്തിയുടെ ഫലമായിട്ടാണ് 20 ഇയേഴ്സ് ലെഗസിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊച്ചിയിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റീജിയണൽ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. 64,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഇറ്റ് വാസ് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഇവിടെ ഓഫീസിൽ 10, 25, 30 പേര് വർക്ക് സ്റ്റാഫുള്ളൂ. അതിൻ്റെതായ ഇതിലുള്ള ഒരു സൈസായ ഒരു സ്വന്തം ഓൺ പ്രോജക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പലരും, പല ബിൽഡേഴ്സെല്ലാം സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടാക്കാൻ വിമുഖത കാണിക്കുക. അപ്പോൾ ദേ ഡോണ്ട് നോ വെദർ ദേ വിൽ ലാസ്റ്റ് ഓർ നോട്ട്. അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുമോ, ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത അവരുടെ അല്ല. പക്ഷെ നമ്മൾക്കതല്ല. ദിസ് ഈസ് അവർ ഓൺ ലാൻഡ് ആൻഡ് വി നീഡ് ടു റൺ ദിസ് another 50 years. So that's what I think, and that's depend upon this Rohit, Riya and other directors. But for my dream is another 50 years the company will grow like this. I want to especially thank all my landlords. See, landlords എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. ഇവിടെ ലോപ്പസ് സാർ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഞാൻ ഏതാണ് ആ പ്രോപ്പർട്ടിയുടെ പേര്, പ്രൈമിൻ്റെ ലാൻഡിന് അന്ന് 15 കോടി രൂപ വിലയുണ്ട് ആ ലാൻഡ്. ലോപ്പസ് പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, കോൺഫിഡൻറ്റിനെയും ജോസഫിനെയും എനിക്ക് 100% വിശ്വാസമാണ്. നിങ്ങൾ എൻ്റെ ലാൻഡിൻ്റെ രജിസ്റ്റർ ചെയ്തെടുത്തോ, and you do this, and I am sure that I will get my money. Am I right? Right. അതുപോലെ ഡോക്ടർ അശോക്, അതുപോലെ പല ആൾക്കാരും അവിടെ വന്ന് ബിൽബറിയുടെ ഓണർ, മറ്റേ എന്താണ് കൊല്ലത്തുള്ള മാഡം മറിയം, ഇതുപോലുള്ള ആൾക്കാർ. അതുപോലെ സുധീർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു 2 ഏക്കർ എനിക്ക് ജോയിൻറ്റ് വെഞ്ചർ ചെയ്യാൻ തന്നിട്ട് പുള്ളി ഇതുപോലെ എഴുതിയെടുത്തോ, സാറ് ചെയ്തോ, ഡോണ്ട് പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളി നടന്ന ലോകത്തുള്ള ലാൻഡ് മുഴുവൻ മേടിച്ചിട്ട് എൻ്റെ അടുത്തെന്ന് പറയും, സാറിനെ കണ്ടാൽ മേടിച്ചോ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും ചെയ്യുന്നുണ്ട് കാക്കനാട് ഒരു പ്രോപ്പർട്ടിയിൽ. സോ ദാറ്റ് ഇസ്, അത് കമ്പനിയും, ഇത് നമ്മുടെ മാജിക് ഒന്നുമില്ല, കമ്പനിയോടുള്ള വിശ്വാസം, പിന്നെ നമ്മളെങ്ങനെ ഇടപെടുന്നു എന്നുള്ള വിശ്വാസം. അങ്ങനെ ധാരാളം ലാൻഡ് ലോഡ്സ് അവരുടേതായ മറ്റുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടി എല്ലാം നമ്മൾക്ക് കൊണ്ടുവന്ന് തരും. കാരണം ഇത് കമ്പനിയോടുള്ള വിശ്വാസം. അതുതന്നെയാണ്
നമ്മൾക്ക് ഏകദേശം 6000 ക്ലയൻസിന് എത്തുന്നു. അതുതന്നെയാണ് ഇവിടെയുള്ള എല്ലാ ബാങ്കുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് മീഡിയക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ഒന്നും വ്യാജമല്ല എന്ന് അവർക്കറിയാം. ന്യൂസ് ആയിക്കോട്ടെ, ബാങ്കിൽ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ, മറ്റുള്ള എന്താണെങ്കിലും ഒരു ലിറ്റിഗേഷനും ഇല്ലാതെ ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളത് അത് കമ്പനിയുടെ സക്സസ്സാണ്. അതിനൊരാൾക്കും എതിർത്ത് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു അടുപ്പം. കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ ടോക്കാണ് അത്. വി വോണ്ട് ഡു ആൻഡ് വി ഓൾ വർക്കിംഗ് ഫോർവേഡ് ടു സീ ദറ്റ് എവറിത്തിങ് ഈസ് ഗുഡ്, എവറിത്തിങ് ഈസ് ഗോയിങ് പെർഫെക്റ്റ്ലി. അങ്ങനെ ഇപ്പോഴും നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളും നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ചെയർമാൻ്റെ മരണത്തിന് ശേഷവും നമ്മളൊരു 3-4 പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. അതിനു മുമ്പും ഒരു 4 പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. ഇനിയും ലോഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ലൈനപ്പായിട്ട് പ്രോജക്റ്റുകൾ നിൽക്കുകയാണ്. പലതും ഞാൻ ടേക്കപ്പ് ചെയ്തിട്ടില്ല. പലതും ഇപ്പോൾ കാലിക്കറ്റ് തന്നെ 2 പ്രോജക്റ്റ്, നല്ലൊരു ലൊക്കേഷൻ 2 പ്രോജക്റ്റ് ഉണ്ട്. എന്നുള്ളത് നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയണത്, വി ഹാവ് സോ മെനി ഓപ്പർച്യൂണിറ്റീസ്. ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. ധൈര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ആൾക്കാർക്കൊരു വിശ്വാസമാണ് നമ്മളുടെ ധൈര്യം, അല്ലാതെ മറ്റൊന്നുമില്ല. കമ്പനി പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ജനങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസം, അതിനെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസം ഇനിയും ഞങ്ങൾ കീപ്പപ്പ് ചെയ്യും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. നിങ്ങളൊക്കെ തന്നെ ആയിരിക്കണം നമ്മളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ രീതിയിലും സഹായിക്കുക. ഞങ്ങളുടെ ഈ 20th ലെഗസി, ലെറ്റ് us be another beginning, because കോൺഫിഡൻറ്റിൽ ട്രിവാൻഡ്രം ഓഫീസ് വേറൊരു ബിഗിനിങ് ആയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുള്ള എല്ലാ സ്റ്റാഫിനും, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എൻ്റെ ട്രിവാൻഡ്രം ഡിവിഷനിലുള്ള എല്ലാ സ്റ്റാഫിനെയും, അതുപോലെ അവരോടായിട്ട് എന്താ പറയുക, സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലയൻസ്, അതുപോലെ കോൺട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ വെണ്ടേഴ്സ്, എല്ലാവരും നമ്മളുടെ കൂടെ ഇനിയും ഉണ്ടാകണം. ഉണ്ടായിക്കേ പറ്റൂ. നിങ്ങൾക്കും ഞങ്ങളുടെ സ്വെറ്റിൻ്റെ ഒരു ശതമാനം നിങ്ങൾക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സർവീസ് എപ്പോഴും എല്ലാവരിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണം. താങ്ക് യു വെരി മച്ച്. Thank you, sir. Next, I welcome Lord Sir to speak few words. Good afternoon, everyone. Today is a proud moment for all of us as we open our new office in Trivandrum. This office reflects the continued growth of Confident Group and our commitment to the future. This year is especially meaningful as we celebrate the 20 years of Confident Group, which was founded on 12th February 2006 by my father, our chairman and founder, Dr. Roy C.J. Interestingly enough, 12th February was also my father's birthday. Many people say that Confident Group was founded on 12th Feb. While it may be the official date, I believe it was founded much earlier in his heart, mind and spirit. The fact that he chose to establish the company on his own birthday says a lot. Says a lot what Confident Group means to him. It was not just a business, it was part of who he was. In many ways, Confident was Dr. Roy and Dr. Roy was Confident. What I remember the most is that every year on his birthday, he never made it about himself. Instead of celebrating his own birthday, he celebrated the staff, the teams, and the people of Confident.
He believed that the success of the company belonged to everyone who contributed towards it. I would also like to acknowledge our managing director, Mr. Joseph, who has been doing an excellent job leading our Kerala team forward with the values and standards Dr. Roy built. Many of you know that I was focusing on building our Dubai division. Today I have the responsibility of stepping into very big shoes of my father, carrying forward the vision he created. It's not something done by one person alone. I need the support of every member of the Confident family. This is also my first opportunity to address many of you since the passing of my father. Like all of you, I miss him deeply. His presence, his guidance, his leadership shaped not only this company but also the lives of many people around us. As I take responsibility of carrying his legacy forward, I ask your support, your trust, and your guidance. If we work together as one team, support each other, and stay committed to the values he built the organization, I have no doubt that we can make Confident Group bigger, stronger, and more successful with every passing year. Let us continue to build the foundation Dr. Roy created and take Confident Group to an even greater heights over the next 20 years. Thank you all for being here. Next, I welcome Ria Roy to speak few words on this occasion. Ma'am, we would really like to hear from you. Good afternoon, everyone. I'm so happy to be here today, and the new Confident office looks so beautiful. You can really see the detail and the hard work everyone from the Kerala team has put into it. This is such a proud moment for Confident Group and the company. I hope we keep moving forward and growing together, continuing my father's vision and legacy for Confident Group. Thank you so much for having me today. Now let us wrap up the function with Grand Lunch. On behalf of Confident Group and management, Grand Lunch has been arranged for everyone. We kindly invite all our esteemed guests to join us for lunch and enjoy the meal with us. As we step into this new chapter, we remain committed to excellency and delivering the best in everything we do. Thank you all. Let the celebration begin. Thank you all for your presence and support. എല്ലാവർക്കുമായി ലഞ്ച് ഒരുക്കിയിട്ടുണ്ട്. ദയവായി എല്ലാവരും ലഞ്ചിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മോൾ സംസാരിക്കും. Hi friends, मैं किसी Joseph, Confident Group, enjoy, Anglo, Mia, happy, किसी happy, Hindi mood, and thank you. Thank you, Mol. Thank you so much. എല്ലാ ദിവസവും ചെയർമാനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇവിടെ മക്കളോട് സംസാരിക്കുന്നു. ചെയർമാൻ്റെ എല്ലാ ദിവസവും ചെയർമാനെ കുറിച്ച് പറയും. ചെയർമാൻ മരിച്ചുപോയി, ചെയർമാൻ സ്വർഗത്തിൽ പോകും, പാവം. ഇന്നലെ വെട്ടുകാട് പള്ളിയിൽ പോയി. മോളോട് ചോദിച്ച് എന്താ പ്രാർത്ഥിച്ച്? ചെയർമാൻ ഹെവനിൽ പോകണമെന്ന് പറഞ്ഞ ചെയർമാൻ. അതാണ് സങ്കടം ഇങ്ങനെ പറയുന്നത്. സങ്കടം. സോ ഷി വാസ് സോ എന്താ പറയുക, പുള്ളിയോട്ട് അത്ര നല്ലൊരു ഇതിലായിരുന്നു. അത് അവൾക്ക് തന്നെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞത് അതിശയിക്കായിട്ട് പറയണതല്ല, ഇവരിയ്ക്കുന്നോണ്ടും പറയണത് എവരി ഡേ പറയും. അപ്പോൾ ഇന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ പറയും, എല്ലാ ദിവസവും വിളിക്കും, എൻ്റെ മോൾ എന്ത് പ്രാർത്ഥിച്ചു? അപ്പ വാവു വേണ്ട, പിന്നെ പറഞ്ഞു ഷുഗർ വേണ്ട, പിന്നെ പറഞ്ഞു ചെയർമാൻ പാവം
സ്വർഗത്തിൽ പോകണം, ഹെവനിൽ പോകണം. ഇതാണ് പുള്ളിക്കാരത്തിൻ്റെ അജണ്ട. പ്രാർത്ഥനയുണ്ട്. കേൾക്കും, ദൈവം കേൾക്കും, ദൈവം കേൾക്കുന്നതാണ്. ഓക്കെ, ഗുഡ്. ഇന്നസെൻ്റ് ആയിട്ടുള്ള മോളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ഇത് അത് നമ്മൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അപ്പം ഞാൻ പറയും, മോള് പ്രാർത്ഥിച്ച സ്വർഗത്തിൽ പോയിരിക്കും. അത് തന്നെ. ഓക്കെ, താങ്ക് യു.
ഇവിടെ ഒരാൾ എന്നെ അപ്പൊ നല്ലൊരു ഓഫീസ് എല്ലാവർക്കും കിട്ടിയിട്ട് കോഴിക്കോട് കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ 3 ഭാഗങ്ങളും കവർ ചെയ്തു അപ്പൊ അടുത്ത ശ്രമം നമ്മൾ ഇനി കാലിക്കറ്റിലേക്കുള്ള ഒരു ഓഫീസ് വേണം. അപ്പൊ നിങ്ങൾക്ക് ഈ ഓഫീസ് ഏറ്റവും നല്ലൊരു ഓഫീസായി കിട്ടിയാലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഔട്ട്പുട്ടും അതുപോലെ വരണം. അഡ്മിന്റെ ആണ് അല്ലെങ്കിൽ വേറെ ഹൗസ് കീപ്പിംഗിന്റെ ആണ് എന്ന് പറയല് അവരവരുടേത് അവർ നന്നായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ നമ്മള് ഈ ഓഫീസിലേക്ക് ഇപ്പോ നോക്കുമ്പോ എല്ലായിടത്തും AC ഓൺ ചെയ്ത് കിടക്കും. നമ്മളത് ഓരോരുത്തരും സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് പോരുക. ഇപ്പൊ എന്റെ ഓഫീസിൽ തന്നെ എന്റെ ക്യാബിനില് ഞാനല്ല ജോയിയെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാക്കി ചിലപ്പോ പോരണേ ജോയി AC അതൊക്കെ ഓഫ് ചെയ്തു ഞാൻ AC ഓഫ് ചെയ്തു. പക്ഷെ അപ്പുറത്തെ ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന കൂടി ഞാൻ നോക്കിയിട്ട് പോകുള്ളൂ. അവിടെ ഓണായിട്ട് കിടക്കേണ്ട അത് എല്ലാം ഓഫ് ചെയ്തു. അപ്പൊ അത് നിങ്ങളൊക്കെ ഒരു പ്രാക്ടീസ് ആക്കി എടുക്കുക. എല്ലാം നമ്മൾക്ക് കമ്പനി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ അല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ജീവിക്കാനൊക്കെ വഴി അതല്ല ഞാൻ പറഞ്ഞു. എന്നാലും നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഈ അഡ്രസ്സിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇല്ലേ?